ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഇതേ കളർ കാണുമ്പോൾ തന്നെ അറിയാം, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഒരുപോലെ കഴിക്കാം. ഞാനിത് കൂടുതലും കണ്ടിട്ടുള്ളത് ഹോട്ടലിലൊക്കെയാണ്. അപ്പോൾ അതേ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയലയും ചൂരയാണ്. അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി അയല ഇന്ന് എടുക്കുന്നില്ല, അയല ഫ്രിഡ്ജിലോട്ട് വെച്ച് ചൂരയാണ് കറി വെക്കുന്നത്. ഒരു 1/2 കിലോ ചൂര എടുത്തിട്ടുണ്ട്. എന്നിട്ട് മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു. പിന്നെ 1 പിടി തേങ്ങ, 3 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. പിന്നെ ഒരു 4-5 ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. കളറൊക്കെ ഇതേപോലെ തന്നെ നിൽക്കണം. എന്നിട്ട് ഉമ്മ ഉള്ളി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുത്ത് എറിയുവാണ്. ഒരു 4-5 ഉള്ളി അത്രയും മതിയാകും. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിലോ അരകല്ലിലോ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. തൊട്ടടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ വീണ്ടും മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് കറി വെക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ഒരു 4-5 കുഞ്ഞുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചിയും കുഞ്ഞുള്ളിയും മാത്രമാണ് കേട്ടോ. ഒരു 4-5 ഉള്ളിയുടെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പകുതി വഴന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിയുള്ളതോ എരിയില്ലാത്തതോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇവിടെ ഒരു 2-3 പച്ചമുളക് കീറി ഇടുന്നുണ്ട്. എന്നിട്ട് ആ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അരപ്പ് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അധികമായിട്ട് ചേർത്ത് കൊടുക്കാം. ചാറ് ഒരുപാട് കൂടി പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനിവിടെ പിഴിപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് പിഴിഞ്ഞ് അതിൻ്റെ അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടംപുളിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി പിഴിപുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തക്കാളി ചേർത്തതുകൊണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ചുറ്റിച്ചെടുത്തിട്ട് ഇതൊന്ന് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി നന്നായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പം തന്നെ ഇത് കൂട്ടരുത്. കറി ഒന്ന് വെച്ച് ഒരു കുറച്ച് നേരം, ഒരു അരമണിക്കൂറൊന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കറി. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ ആ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് കൂടി എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.